ഡോക്ടർ കെ.എം. ചെറിയാന് പ്രാഥമിക ചികിത്സയെങ്കിലും ലഭിച്ചിരുന്നുവെങ്കിൽ മരിക്കില്ലായിരുന്നു. ഹൃദ്രോഗ വിദഗ്ധർ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ് ഗോൾഡൻ അവർ, ജീവൻ്റെ വിലയുള്ള സുവർണ നിമിഷങ്ങൾ. ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി ആദ്യത്തെ 60 മിനിറ്റാണ് ഗോൾഡൻ അവർ. ഈ സമയത്ത് ഉചിത ചികിത്സ കിട്ടിയാൽ രോഗിയെ രക്ഷിച്ചെടുക്കുവാനുള്ള സാധ്യത വളരെ വലുതാണ്. ഞാൻ ഓർക്കുന്നു, കൊട്ടാരക്കരയിലുള്ള 82 വയസ്സുണ്ടായിരുന്ന ഒരു പ്രമുഖ സർജന് ഒരു ദിവസം പ്രഭാതത്തിൽ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹൃദയാഘാതമുണ്ടായി. താഴേക്ക് മറിഞ്ഞു വീണു. ആ സമയം മുറ്റത്ത് നടന്നുകൊണ്ടിരുന്ന മരുമകനായ ഡോക്ടർ ഉടനെ തന്നെ പിതാവിന് CPR കൊടുക്കുകയുണ്ടായി. പിതാവിൻ്റെ ശരീരമെല്ലാം പെട്ടെന്ന് കരിന്നിരിച്ചു. ഉടനെ തന്നെ ഒരു ആംബുലൻസിൽ അവർക്ക് സ്വന്തമായി ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ടും അവിടെ കാർഡിയോളജിസ്റ്റ് ആ സമയം ഇല്ലാതിരുന്നതുകൊണ്ട് തൊട്ടടുത്തുണ്ടായിരുന്ന കാർഡിയോളജിസ്റ്റുള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കുകയും അദ്ദേഹത്തിന് കാർഡിയാക് ഷോക്ക് നൽകി ഹാർട്ട് റിവൈവ് ചെയ്യുകയും ആ ഡോക്ടർ ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. അദ്ദേഹം ഇന്നും രോഗികളെ ചികിത്സിക്കുന്നു. ഞാൻ ഇത്രയും ആമുഖമായി പറയുവാൻ കാരണം, പ്രമുഖ ഹൃദയ ശസ്ത്രക്രിയാ വിദഗ്ധൻ ഡോക്ടർ കെ.എം. ചെറിയാൻ ഇക്കഴിഞ്ഞ ജനുവരി 25-ാം തീയതി കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ബംഗളൂരുവിൽ സുഹൃത്തിൻ്റെ മകൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയപ്പോൾ കുഴഞ്ഞു വീഴുകയും അദ്ദേഹത്തെ മണിപ്പാൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് വഴി മരിച്ചു എന്ന വാർത്ത വരികയുമുണ്ടായി. ഒരു മാധ്യമങ്ങളും ആരുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തപ്പോഴായിരുന്നെന്നോ എങ്ങനെയാണ് അദ്ദേഹത്തിന് മരണം സംഭവിച്ചതെന്നോ വ്യക്തമാക്കിയിരുന്നില്ല. ഡോക്ടർ കെ.എം. ചെറിയാൻ്റെ മരണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്ന തലക്കെട്ടോടെ ITV ന്യൂസ് ഒരു വാർത്ത നൽകിയപ്പോൾ അപ്രിയ സത്യങ്ങൾ പറയേണ്ടുന്ന സമയമാണോ ഇതെന്ന തരത്തിൽ ചിലർ ഞങ്ങളെ വിമർശിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് ചില അപ്രിയ സത്യങ്ങൾ പുറത്തുവിടാതിരിക്കുവാൻ ആവില്ല. കാരണം ഇത് പൊതുജനങ്ങൾ അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. ഇത്തരം ഒരു അനാസ്ഥ ഇനിയും ആർക്കും ഉണ്ടാകരുത്. ഇത്തരമൊരു നെഗ്ലിജൻസ് ഉണ്ടായത് ഡോക്ടർ കെ.എം. ചെറിയാനെ പോലെയുള്ള ഒരു പ്രമുഖനാണ്. അപ്പോൾ പിന്നെ ഒരു സാധാരണക്കാരൻ്റെ കാര്യം പറയണോ എന്നതാണ് ഞങ്ങൾ ഉയർത്തുന്ന ചോദ്യം. സിനിമാ നടൻ മുരളിക്കും രാത്രി ഹൃദയാഘാതമുണ്ടായി തിരുവനന്തപുരത്തുള്ള ഒരു പ്രമുഖ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അദ്ദേഹം ആരാണെന്ന് കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്ന തമിഴ്ക്കാരി CMO തിരിച്ചറിയാതെ, മയോകാർഡിയാക് ഇൻഫ്രാക്ഷൻ ആണെന്നറിയാതെ, ECG പോലും നോക്കാതെ IV ഫ്ലൂയിഡ് കൊടുത്തിട്ടു. അടുത്ത ദിവസം രാവിലെ 11 മണിക്ക് കാർഡിയോളജിസ്റ്റ് വന്ന് നോക്കുമ്പോൾ മാത്രമാണ് അത് നടൻ മുരളിയാണെന്ന് മനസ്സിലായത്. ഉടൻ തന്നെ അദ്ദേഹത്തെ കാർഡിയാക് ICUയിലേക്ക് മാറ്റിയെങ്കിലും ആ വിലപ്പെട്ട സമയം നഷ്ടപ്പെട്ടിരുന്നു. വിദഗ്ധ ചികിത്സ തക്ക സമയത്ത് കൊടുക്കാതെ അദ്ദേഹം മരിച്ചതാണെന്ന് അന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു കാർഡിയോളജിസ്റ്റ് എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ആശുപത്രിയിൽ എത്തിച്ചിട്ടും ഹൃദയാഘാതമാണെന്ന് മനസ്സിലാക്കാതെ വെറുതെ സമയം കളഞ്ഞ് ജീവൻ നഷ്ടപ്പെട്ട അനേകം സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇനിയും ആർക്കും ഇത്തരം ദുരവസ്ഥയുണ്ടാകരുത്. ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായാൽ പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി മാത്രമാണ് ITV ന്യൂസ് ഈ വാർത്ത നൽകുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു കോൾ ബംഗളൂരു വൈറ്റ്ഫീൽഡിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അദ്ദേഹം കഴിഞ്ഞ ശനിയാഴ്ച ആ വിവാഹ റിസപ്ഷൻ ചടങ്ങിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തരുത് എന്ന് അഭ്യർത്ഥിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഞങ്ങൾ നൽകുന്നില്ല. കഴിഞ്ഞ ശനിയാഴ്ച ഓർത്തഡോക്സ് സഭയിലെ വൈദികനായിരുന്ന ഫാദർ മത്തായി നൂറനാലിൻ്റെ മകനായ ഡോക്ടർ ഐസക് നൂറനാലിൻ്റെ മകൻ്റെ വിവാഹ സൽക്കാര പരിപാടിയിൽ പങ്കെടുക്കുവാനായിരുന്നു ഡോക്ടർ കെ.എം. ചെറിയാൻ ഡോക്ടർ ഐസക് നൂറനാലിൻ്റെ തന്നെ സ്ഥാപനമായ ബംഗളൂരു വൈറ്റ്ഫീൽഡിലുള്ള സൗഖ്യ ഡോക്ടർ മത്തായിസ് ഇൻ്റർനാഷണൽ ഹോളിസ്റ്റിക് ഹെൽത്ത് സെൻറ്റർ ക്യാമ്പസിൽ പോയത്. സൽക്കാര പരിപാടികൾ ഏതാണ്ട് അവസാനിക്കാറായ സമയത്തായിരുന്നു ഡോക്ടർ കെ.എം. ചെറിയാന് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി കുഴഞ്ഞു വീഴുന്നത്. അടുത്ത് ഡോക്ടർമാരടക്കം ഉണ്ടായിരുന്നിട്ടും, അടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന് CPR കൊടുക്കുവാനോ പ്രഥമ ശുശ്രൂഷകൾ നൽകുവാനോ അടുത്തൊരു ECG സൗകര്യമുള്ള ഒരു ആശുപത്രിയിൽ കയറ്റി പ്രാഥമിക പരിശോധനകൾ നടത്തി ഓക്സിജൻ സപ്പോർട്ട് കൊടുത്ത് ഒരു അത്യാവശ്യം കാർഡിയാക് കെയർ ഫെസിലിറ്റിയുള്ള ഒരു ആംബുലൻസിൽ ഒരു ഡോക്ടറുടെയോ അല്ലെങ്കിൽ നല്ലൊരു നഴ്സിൻ്റെയോ സഹായത്തോടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനോ സാധിച്ചില്ല. അങ്ങനെ ചെയ്യുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, പാർട്ടിയൊക്കെ കഴിഞ്ഞു നിന്ന ആർക്കും എന്താണ് സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. അല്ലെങ്കിൽ അവർ ആദ്യം കണ്ട ഒരു കാറിൽ ഹാർട്ട് ഫെയിലിയറായി വീണ ഡോക്ടർ കെ.എം. ചെറിയാനെ കയറ്റി വിട്ടു. ഒരു ഡോക്ടറും അദ്ദേഹത്തെ നോക്കിയില്ല, ഒരു ഡോക്ടറും അദ്ദേഹത്തിനൊപ്പം പോയില്ല. അവർ ആ റിസ്ക് ജസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തു. എങ്ങോട്ടേക്ക്? മണിപ്പാൽ ഹോസ്പിറ്റലിലേക്ക്. നല്ല ട്രാഫിക്കുള്ള ശനിയാഴ്ച വൈകുന്നേരം പോലെയുള്ള സമയങ്ങളിൽ 2 മണിക്കൂർ വരെ എടുക്കാം മണിപ്പാൽ ഹോസ്പിറ്റലിൽ എത്താൻ. കാറിൽ കയറ്റി വിടുന്നതിന് പകരം ഏതെങ്കിലും ഒരു ആംബുലൻസിലെങ്കിലും കയറ്റി വിടുകയായിരുന്നുവെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആശുപത്രിയിൽ എത്തിക്കുവാൻ സാധിക്കുമായിരുന്നു. കാറൊന്നും എത്ര ഹോൺ അടിച്ചാലും ആരും സൈഡ് കൊടുക്കില്ല. ഇതൊന്നും മനഃപൂർവ്വമല്ല എന്നറിയാം. പക്ഷേ ഒരല്പം ശ്രദ്ധിച്ചാൽ നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ സാധിക്കും എന്നതുകൊണ്ട് മാത്രമാണ് ഈ അപ്രിയ സത്യങ്ങൾ ITV ന്യൂസ് വെളിപ്പെടുത്തുന്നത്. ഈ വസ്തുത അന്വേഷിക്കുവാൻ കാരണമായ
ആ ഫോൺ കോൾ കേൾക്കുക. ഡോക്ടർ KM ചെറിയാന്റെ മരണത്തെ കുറിച്ച്. അപ്പൊ അവിടെ കുഴഞ്ഞു വീണ് കഴിഞ്ഞപ്പോൾ അങ്ങേർക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് പോലും കൊടുക്കാതെ ഒരു സാധാരണ വണ്ടിയെ കയറ്റി 1.5 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി 1.5-2 മണിക്കൂർ പോകേണ്ടി ഒരു മണിപ്പാൽ ഹോസ്പിറ്റലിലേക്ക് ഇവിടുന്ന് കയറ്റി വിടുകയാണ്. മനസ്സിലായോ? അപ്പം ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് അറ്റ്ലീസ്റ്റ് അങ്ങേരുടെ ഒരു ഫസ്റ്റ് എയ്ഡ്, നമ്മുടെ ഈ മറിഞ്ഞു വീണ എന്തെങ്കിലും നെഞ്ചത്ത് 2 തിരുമുകയൊക്കെ ചെയ്തുള്ള ഫസ്റ്റ് എയ്ഡ് പരിപാടി, ഒരു CPR കൊടുക്കൂ, അല്ലെങ്കിൽ ഒരു പ്രാഥമിക ചികിത്സ പോലും കൊടുക്കാതെ ഇയാൾ ഡോക്ടറാണ്, ഇയാളെ തള്ളിക്കയറ്റി ഒരു വണ്ടിയെ കയറ്റിയെ വിട്ടു. അതാണ് സംഭവം, അയാൾ മരിക്കാൻ കാരണം. കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവമായിട്ട്. നാളെയാണ് ഇതിന്റെ അടക്കം മദ്രാസ് വെച്ചു. ഇയാളെ നമ്മുടെ ഡോക്ടർ ചെറിയ അത് 82 വയസ്സേ ഉള്ളൂ. മനസ്സിലായി? ഞാൻ 81 വയസ്സുകാരനാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ കുഴഞ്ഞു വീടുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആരെങ്കിലും ഒരു ചെറിയ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ, CPR കൊടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന ഒരു ആ സമയം കൊണ്ട് ആംബുലൻസും കൂടെ അറേഞ്ച് ചെയ്ത്, ഇത് സാധാരണ വണ്ടിയെ പോയി ആരും സൈഡ് കൊടുക്കത്തില്ല. ബാംഗ്ലൂർ ട്രാഫിക് വൈറ്റ് ഫീൽഡില് ഇയാളുടെ ഒരു വലിയ ക്യാമ്പസ് ഉണ്ട്. അവിടെ തന്നെ ഇങ്ങനൊരു പള്ളി പണിഞ്ഞിട്ടുണ്ട്. ആ പള്ളിയിൽ ശനിയാഴ്ച സാധാരണ നമ്മൾ ഈ കല്യാണം നടത്താൻ പാടില്ലെങ്കിൽ അങ്ങേരുടെ പള്ളിയല്ലേ, അങ്ങനെ ഇഷ്ടം പോലെ ആരുടെയും പെർമിഷൻ കൂടാതെ പുള്ളി ഒരു അച്ഛനെ ഏർപ്പാട് ചെയ്ത് അവിടെ വെച്ച് എങ്ങനെ നടത്തുകയാണ്. എനിക്ക് KM ചെറിയാനെ നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഭയങ്കര സങ്കടമായി അതുപോലെ വാസ്തവത്തിൽ. കാര്യം അറ്റ്ലീസ്റ്റ് അങ്ങേർക്കൊരു ഈ പറഞ്ഞ CPR കൊടുത്ത് ഈ ശരിക്കും പറഞ്ഞ ഈ ആള് തന്നെ ഡോക്ടർ തന്നെ അവസാനം ഹോസ്പിറ്റൽ വരെ പോയാലും കുഴപ്പമില്ല. മണിപ്പാൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇവിടുന്ന് 1.5-2 മണിക്കൂർ എടുക്കും അവിടെ എത്തണമെങ്കിൽ. അന്നേരം അവിടുന്ന് നേരെ മണിപ്പാലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടം വരെ എത്തിയില്ല, അതിനു മുമ്പ് അദ്ദേഹം മരിച്ചു. ഡോക്ടർ ഐസക് മത്തായിയെ വ്യാഴാഴ്ച വൈകിട്ട് 4:20-നും 4:30-ക്കും ഇടയ്ക്ക് നിരവധി തവണ ഞാൻ അദ്ദേഹത്തിന്റെ മൊബൈലിലേക്ക് വിളിച്ച് കാര്യങ്ങൾ തിരക്കുവാൻ ശ്രമിച്ചു. എങ്കിലും അദ്ദേഹം കോൾ എടുത്തില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വേർഷൻ കൂടി ഞങ്ങൾ നൽകുമായിരുന്നു. ഹൃദയാഘാതമുണ്ടായി കുഴിഞ്ഞു വീഴുന്ന രോഗികളുടെ കാര്യത്തിൽ ഇനി പറയുന്ന കാര്യങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. ആദ്യ 60 മിനിറ്റാണ് ഗോൾഡൻ അവർ. ഈ സമയത്തിനുള്ളിൽ രോഗിക്ക് തക്ക ചികിത്സ നൽകാനായാൽ രോഗിയെ രക്ഷിച്ചെടുക്കുവാനുള്ള സാധ്യത വളരെ വലുതാണ്. സമയം താമസിക്കും തോറും മരണസാധ്യത കൂടുകയാണ്. കൃത്യമായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ, രക്തം കൃത്യമായി പമ്പ് ചെയ്ത് ഹൃദയപേശികളിലേക്ക് എത്തിയില്ലെങ്കിൽ 80-90 മിനിറ്റിനുള്ളിൽ ഹാർട്ട് മസിൽ ഒരിക്കലും റിക്കവർ ചെയ്യാത്തവണ്ണം നശിച്ചു പോകും. മരണസാധ്യതയും കൂടും. ഗോൾഡൻ അവറിൽ തന്നെ നല്ല ഒരു കാർഡിയോളജി സംവിധാനമുള്ള ആശുപത്രിയിൽ എത്തിച്ചാൽ ഒരു പ്രത്യേക ഇഞ്ചക്ഷൻ ത്രോംബോലൈസ് ചെയ്താൽ ക്ലോട്ട് അലിയിച്ച് കളയുവാൻ സാധിക്കും. താമസിക്കും തോറും ഈ സാധ്യത ഫലവത്താകാതെ വരും. ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറിയോ വേണ്ടിവരും, ചിലവുമേറും. ഓർക്കുക, 5-6 മണിക്കൂറാകുമ്പോഴേക്കും ഹാർട്ട് ടിഷ്യൂ പൂർണ്ണമായും നശിക്കും. അതുകൊണ്ടാണ് രാത്രിയിൽ ഹൃദയാഘാതമുണ്ടാകുമ്പോൾ പലരും മരിക്കുന്നത്. ഗ്യാസാണ്. രാത്രി ആരെയും ബുദ്ധിമുട്ടിക്കാതെ നേരം വെളുക്കുമ്പോൾ പതുക്കെ ആശുപത്രിയിൽ പോകാം എന്ന് കരുതും. പക്ഷേ നേരം വെളുക്കുമ്പോഴേക്കും ഹൃദയപേശികൾ പൂർണ്ണമായും നശിക്കും, മരണവും സംഭവിക്കും. രാത്രിയിൽ നെഞ്ചുവേദന അനുഭവപ്പെടുക, വയറ്റിൽ ഗ്യാസ് കെട്ടി നിൽക്കുന്നത് പോലെ തോന്നുക, കൈയുടെ ഓരം അഥവാ തോൾ കഴച്ചു പൊട്ടുന്നത് പോലെ തോന്നുക, കലശലായ പല്ലുവേദന തോന്നുക, വെട്ടി വിയർക്കുക, ഈ ലക്ഷണങ്ങളെ അവഗണിക്കരുത്. ഒരുപക്ഷെ ഇതൊരു ഹൃദയാഘാതമാകാം. എത്രയും പെട്ടെന്ന് നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് പോകുക. ഓർക്കുക, എത്രയും വേഗം ചികിത്സ കിട്ടുന്നുവോ അത്രത്തോളം രക്ഷപ്പെടുവാനുള്ള സാധ്യത വളരെ വലുതാണ്. ട്രെയിൻഡ് സ്റ്റാഫുകൾക്ക് ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾ നടത്തി ജീവൻ രക്ഷിച്ചെടുക്കുവാൻ സാധിക്കും. ഓക്സിജൻ നൽകുവാൻ സാധിച്ചാൽ അത് ബ്ലഡിലെ ഓക്സിജൻ ലെവൽ ഉയർത്തും. രക്തം കട്ടപിടിക്കാതിരിക്കുവാനുള്ള മരുന്നുകൾ നൽകുന്നത് വഴി രക്തചംക്രമണം ഉയർത്തുവാൻ സാധിക്കും. ECG പരിശോധന വഴി ഹാർട്ട് അറ്റാക്ക് ആണോ എന്നുറപ്പിക്കാം. ഡാമേജ് എത്രത്തോളം ഉണ്ടായി എന്നുറപ്പിക്കുവാനും സാധിക്കും. എത്രയും വേഗം കാർഡിയാക് കെയർ ഫെസിലിറ്റിയുള്ള ഒരു ആംബുലൻസിൽ രോഗിയെ കാർഡിയോളജിസ്റ്റുള്ള ആശുപത്രിയിൽ എത്തിക്കുക. ഇത്രയും നമ്മൾ ചെയ്താൽ ഒരു പരിധിവരെ ആ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റിയേക്കും. അല്ലാതെ ഡോക്ടർ KM ചെറിയാനെ ചെയ്തതുപോലെ പ്രാഥമിക ചികിത്സ പോലും നൽകാതെ കിട്ടിയ കാറിൽ കയറ്റി 2 മണിക്കൂർ ദൈർഘ്യമുള്ള ആശുപത്രിയിലേക്ക് കയറ്റി വിടരുത്. നമുക്ക് നഷ്ടമാകും വിലപ്പെട്ട ഒരു ജീവനെ. ഒരിക്കൽ കൂടി പറയുന്നു, ഇതാരെയും വേദനിപ്പിക്കുവാനോ ഇകഴ്ത്തുവാനോ വേണ്ടി പറയുന്നതല്ല. എനിക്കോ നിങ്ങൾക്കോ നാളെ ഈ അവസ്ഥ വരാതിരിക്കുവാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.